ഹായ്, സോയാബീൻ ഇതുപോലെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കുറച്ച് എണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളേ. അതിന് തിളച്ച വെള്ളത്തിനകത്തോട്ട് ഒരു ഗ്ലാസ് സോയാബീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ല വേവിച്ചെടുക്കണം. ഉപ്പൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില എടുത്തേക്കുന്നത്. ആ വെന്ത സോയാബീൻ ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട്. എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. എണ്ണ ശകലം ഒഴിച്ചു കൊടുത്ത് പെരിഞ്ജീരകം, പിന്നെ ബേ ലീവ്സ്, പട്ട, ഗ്രാമ്പു, ഏലക്കയൊക്കെ ഇട്ട് കൊടുത്തു. അതിനകത്തോട്ട് 2 സ്പൂൺ മുളക് പൊടിയും ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവ് കുറവുള്ള മുളക് പൊടിയാണ്. 2 സവാള നീളത്തിനരിഞ്ഞതും 1 പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ വഴട്ടിയെടുക്കുന്നുണ്ട്. പൊടി കരിയാതെ സിമ്മിൽ വെച്ച് വേണം പൊടി വറുത്തെടുക്കാൻ. എന്നിട്ട് അതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് വഴട്ടിയെടുക്കണം. ഒന്ന് നല്ല വഴണ്ട ആ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് വഴട്ടാണ്. വേണമെങ്കിൽ അന്ന് അടച്ചു വെച്ചാലും മതി. അതൊന്ന് സോഫ്റ്റായി വന്നു കഴിയുമ്പോഴത്തേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് ഇത്രയും ഞാൻ ഒന്ന് ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് ചതച്ചാണ് വെച്ചേക്കുന്നത്. അതിട്ട് കൊടുത്ത് അതുകൂടെ ഒന്ന് വഴട്ടിയെടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴട്ടിയെടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് വഴട്ടി കഴിഞ്ഞ് ഇതൊന്ന് അടച്ചു വെക്കാമേ. ആ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ട് അതൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും കൂടെ അരിഞ്ഞതിട്ട് കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒന്ന് അടച്ചു വെച്ച് അത് സോഫ്റ്റായി കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി. ഇത് ഇത്രയും ചേർത്ത് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞ് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പം അതുകൂടെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് സോയാബീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ മസാല നല്ലപോലെ ആ സോയാബീനിൻ്റെ പെരളുന്ന വിധത്തിൽ നല്ലപോലെ ഇളക്കി കൊടുക്കാമേ. ആ സോയാബീനും അതെല്ലാം നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അതൊന്ന് അടച്ചു വെച്ച് കഴിയുമ്പോൾ ഒന്ന് ആവി കയറി ഒന്ന് വെന്ത് വരുവേ. എന്നിട്ട് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിനകത്തോട്ട് ആ വെന്ത് വരുന്നതിനകത്തോട്ട് കുരുമുളക് പൊടിയും ശകലം ഗരം മസാല പൊടിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അതൊന്നുകൂടെ ഒന്ന് ഇളക്കി ഒന്നുകൂടെ അടച്ചു വെക്കണം കേട്ടോ. ഇത് തന്നെ ഒരു 2-3 വട്ടം ചെയ്താൽ മതി. ആ സോയാബീനൊക്കെ നല്ല റോസ്റ്റായിട്ട് വരുവേ. നമ്മൾ വറുത്തൊക്കെ എടുക്കുന്ന പോലെ തന്നെ നല്ല കറുത്ത കളറിൽ നമുക്ക് കിട്ടും കേട്ടോ ഈ റോസ്റ്റ്. അപ്പോൾ നല്ലപോലെ ഇളക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ട് അവസാനം ശകലം മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇതുപോലെ തുറന്ന് എല്ലാം സിമ്മി വെച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഇത് അപ്പം എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സോയാബീൻ ഡ്രൈ റോസ്റ്റ് റെഡിയാണ്. ട്രൈ ചെയ്യണേ. ബൈ.